നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സീക്വൻസ് ആൻഡ് സീരീസിലെ 9.5 ആണ്. സെക്ഷൻ 9.5ൽ ജോമെട്രിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ GP എന്ന് പറയും. ഓക്കെ, നമുക്ക് ഈ ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെഫിനിറ്റ് ഓർഡർ ഉണ്ട്. നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഓക്കെ, ഒരു സീക്വൻസ് ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. A, AR, then AR സ്ക്വയർ, ദെൻ അടുത്തത് AR ക്യൂബ്, എക്സെട്ര കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമുക്കിവിടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് A ആണ് അല്ലേ. സെക്കൻഡ് ടേം AR, ദെൻ തേർഡ് ടേം AR സ്ക്വയർ, ദെൻ AR ക്യൂബ്, ദെൻ അടുത്ത എന്ത് വരും AR⁴, ദെൻ AR⁵ അല്ലേ. ഒരു ഡെഫിനിറ്റ് ഓർഡറിൽ കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിന് പറയണയാണ് എന്ത് GP എന്ന് പറയും, ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയും. അപ്പോൾ നമുക്ക് ഈ ജോമെട്രിക് പ്രോഗ്രഷനിൽ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ഇതിനകത്ത് ഫസ്റ്റ് ടേം, അതായത് A ആണ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് A എന്താണെന്ന് എഴുതി വയ്ക്കാം. A ഈസ് ദ ഫസ്റ്റ് ടേം. A ഈസ് ദ ഫസ്റ്റ് ടേം. A എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമാണ് GPനകത്ത്. പിന്നെ ഇതിനകത്ത് നമ്മൾ കോമൺ റേഷ്യോ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. കോമൺ റേഷ്യോ നമ്മൾ ഡിനോട്ട് ചെയ്യണത് R എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ്. R എന്ന് പറയുന്ന കോമൺ റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഇവിടെ AR ആണ്, AR/A. അപ്പോൾ AR/A എന്ന് പറയുമ്പോൾ എന്ത് വരും, നമുക്ക് 6 തന്നെ കിട്ടും അല്ലേ. അതാണ് കോമൺ റേഷ്യോ എന്ന് പറയണത്. അപ്പോൾ ഇതിന് നമ്മൾ പറയണത് കോമൺ റേഷ്യോ. അപ്പോൾ ഒരു സീക്വൻസ് അല്ലെങ്കിൽ ഒരു തന്നിരിക്കുന്ന ഒരു ശ്രേണി GP ആണ് എന്ന് നമ്മൾ പറയണമെങ്കിൽ ഇതിൻ്റെ റേഷ്യോ, കോമൺ റേഷ്യോ സെയിം ആയിരിക്കണം. കോമൺ റേഷ്യോ എന്ന് പറയുമ്പോൾ വീണ്ടും നമുക്ക് എടുത്തു നോക്കാം. AR² ഡിവൈഡഡ് ബൈ, അതിന് തൊട്ട് മുമ്പുള്ള ടേം ഏതാ, AR, വിച്ച് ഈസ് ഈക്വൽ ടു എയും കട്ട് ചെയ്ത് കളഞ്ഞു R²/R എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും, 6 കിട്ടും അല്ലേ. വീണ്ടും AR³/AR² എന്ന് പറയുമ്പോൾ വീണ്ടും 6 കിട്ടും. അതായത് കോമൺ റേഷ്യോ ഈ സീക്വൻസിൽ സെയിം ആണെങ്കിൽ നമുക്ക് പറയാം തന്നിരിക്കുന്ന സീക്വൻസ് എന്താണെന്ന് പറയാം, GP അല്ലെങ്കിൽ ജോമെട്രിക് പ്രോഗ്രഷൻ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ GP ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, കോമൺ റേഷ്യോ സെയിം ആയിരിക്കണം. കോമൺ റേഷ്യോ എന്ന് പറയുന്നത് സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം. നമ്മൾ നോക്കണത് തൊട്ടടുത്തുള്ള 2 ടേം എടുക്കുക, അതിൻ്റെ സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം നോക്കുക. ദെൻ അടുത്തത് വീണ്ടും അടുത്ത 2 ടേം നോക്കുക, അതിൽ സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം. അപ്പോൾ നമുക്ക് അത് എല്ലാം കോമൺ റേഷ്യോ എല്ലാം ഈക്വൽ ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് തന്നിരിക്കുന്ന ഒരു സീക്വൻസ് ജോമെട്രിക് പ്രോഗ്രഷൻ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. A എന്ന് പറയണത് ഫസ്റ്റ് ടേം, R എന്ന് പറയണത് കോമൺ റേഷ്യോ. ഇതാണ് ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾ പറയുമ്പോൾ ഫസ്റ്റ് 1, 2, അടുത്തത് 4, 8, 16 എക്സെട്ര ഇങ്ങനെ പോകും. ഓക്കെ, ഈ തന്നിരിക്കുന്ന സീക്വൻസ് ജോമെട്രിക് പ്രോഗ്രഷൻ ആണെന്ന് പറയണമെങ്കിൽ നമുക്ക് എന്ത് നോക്കണം, ഇതിൻ്റെ കോമൺ റേഷ്യോ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേം എന്താ, ഇതിനകത്ത് ഫസ്റ്റ് ടേം A എന്ന് പറയുന്നത് 2 ആണ്. കോമൺ റേഷ്യോ കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. എങ്ങനെ കോമൺ റേഷ്യോ കണ്ടുപിടിക്കുന്നത്, സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഈ സീക്വൻസിൻ്റെ 4 ആണ്, 4/2 വിച്ച് ഈസ് ഈക്വൽ ടു 2 അല്ലേ. വീണ്ടും അടുത്ത 2 ടേം എടുക്കുമ്പോൾ അതിനകത്ത് സെക്കൻഡ് ടേം ഏതാ, 8 ആണ്. 4ഉം 8ഉം എടുക്കുമ്പോൾ 8 ആണ്, 8/4 വിച്ച് ഈസ് ഈക്വൽ ടു 2 കിട്ടും. ദെൻ നെക്സ്റ്റ് ഒരു 3 ടേം ചെക്ക് ചെയ്യുക. 16ഉം 8ഉം എടുക്കുമ്പോൾ 16/8 വിച്ച് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ നമുക്കറിയാം ഇവിടെ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് 2 ആണ് അല്ലേ. റേഷ്യോ എടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാം ഈക്വൽ ആയിട്ടാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ തന്നിരിക്കുന്ന സീക്വൻസ് GP ആണ് എന്ന് പറയാം. അപ്പോൾ GP ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് കോമൺ റേഷ്യോ നോക്കിയാൽ മതി. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ എടുക്കാം. 1/9, -1/27, 1/81, -1/243 എക്സെട്ര.
ഈ സീക്വൻസ് ജി പി ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. എങ്ങനെ ചെക്ക് ചെയ്യും? നമുക്ക് കോമൺ റേഷ്യോ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് രണ്ട് ടേം എടുക്കുമ്പോൾ കോമൺ റേഷ്യോ കണ്ടുപിടിക്കണം എങ്ങനെയാണ്? സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ സെക്കൻഡ് ടേം ഇതിനകത്ത് ശരിക്കും A2, ഇത് നമ്മൾ A1, A2, A3, A4 എന്ന് കൊടുക്കുക. അപ്പം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ആദ്യം A2 ബൈ A1 ആദ്യം നോക്കാം. A2 ബൈ A1 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? -1/27 ഡിവൈഡഡ് ബൈ എന്താണ്? 1/9 വിച്ച് ഈസ് ഈക്വൽ ടു -1/27 ഇൻറ്റു ഇത് ഡിവൈഡ് ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം 9/1. ദെൻ 27നെ 9 വെച്ച് കട്ട് ചെയ്യാലോ അല്ലേ? 9ൽ 9 1 പ്രാവശ്യം, പിന്നെ 27ൽ 9 എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. അപ്പം നമുക്ക് എന്ത് കിട്ടി? -1 ഇൻറ്റു 1 എന്ന് പറയുന്നത് -1 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 1 എന്ന് പറയുന്നത് 3. അപ്പം നമുക്കിവിടെ A2 ബൈ A1 എന്ന് പറയുന്നത് -1/3 കിട്ടി. ഇനി അടുത്തത് നമുക്ക് എന്ത് നോക്കണം? അടുത്ത ഒരു 3 ടേം നമ്മൾ ചെക്ക് ചെയ്യണം. ഇനി അടുത്ത ടേം എടുക്കുകയാണ്. അടുത്ത 2 ടേം എടുക്കുമ്പോൾ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇവിടെ A3 ആണ്. A3 ബൈ A2. A3 ബൈ A2 എന്ന് പറയുന്നത് നോക്കാം 1/81 ഡിവൈഡഡ് ബൈ എന്താണ്? ഡിവൈഡഡ് ബൈൻ്റെ സൈനാണ് ഇവിടെ കൊടുക്കണേ. -1/27 വിച്ച് ഈസ് ഈക്വൽ ടു 1/81 ഇൻറ്റു റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 27/1 എന്ന് വരും. -27/1 എന്ന് വരും. ഇനി ഇവിടെ 27ഉം 81ഉം ഉണ്ട് അല്ലേ? ഇത് എങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും? 27നെ 27 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 1 കിട്ടും. ഓക്കെ, ഇനി 81നെ 27 വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് 3 കിട്ടും. വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് 3 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും 2 നമ്പറും. അത് കഴിഞ്ഞ് വീണ്ടും ഡിവൈഡ് ചെയ്ത് ഏറ്റവും സിമ്പിളസ്റ്റ് ഫോമിലേക്ക് ആക്കുമ്പോൾ -1/3 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു -1/3. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ റേഷ്യോയും -1/3 കിട്ടി. ഇനി ഒരെണ്ണം കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ടേം എടുക്കുമ്പോൾ ഏതായിരിക്കും? 1/81ഉം -1/243. അപ്പോൾ A4 ഡിവൈഡഡ് ബൈ A3 വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ കിട്ടും? -1/243 ഡിവൈഡഡ് ബൈ A3 എന്ന് പറയുന്നത് ഏതാ? 1/81 വിച്ച് ഈസ് ഈക്വൽ ടു -1/243 ഇൻറ്റു റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. 81/1. ഇനി നമുക്ക് 81നെ 81 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആണ്. 243നെ 81 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് താഴെ 3 വരും. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു -1 ഇൻറ്റു 1 എന്ന് പറയുന്നത് -1 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 1 എന്ന് പറയുന്നത് 3. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ റേഷ്യോയും ഈക്വൽ ആണ് അല്ലേ? അതായത് കോമൺ റേഷ്യോ എന്ന് പറയുന്നത് R ഈക്വൽ ടു എത്ര കിട്ടി? R ഈക്വൽ ടു -1/3 എന്ന് കിട്ടി. ഇത് മൂന്നും ഈക്വൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഈ സീക്വൻസ് എന്താണെന്ന് പറയാം? ഇത് ജോമെട്രിക് പ്രോഗ്രഷൻ ആണെന്ന് പറയാം, അല്ലെങ്കിൽ GP ആണെന്ന് പറയാം അല്ലേ? ദെർഫോർ ദ സീക്വൻസ് ഈസ് GP. ഓക്കെ, അപ്പോൾ നമുക്ക് GP ചെക്ക് ചെയ്യാൻ ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി നമുക്ക് നോക്കാം GPയിലെ നെക്സ്റ്റ് ടേം കണ്ടുപിടിക്കാൻ. അതായത് നമ്മുടെ GPയുടെ സീക്വൻസ് എങ്ങനെയാണ്? ഫസ്റ്റ് ടേം A, ദെൻ AR. AR എന്ന് പറഞ്ഞാൽ A എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമും R എന്ന് പറയുന്നത് കോമൺ റേഷ്യോ ആണ്. വീണ്ടും AR², വീണ്ടും AR³ എക്സെട്ര ഇങ്ങനെ കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കും. ഇവിടെ നമുക്ക് R എന്ന് പറയുന്നത് കോമൺ റേഷ്യോ ആണെന്ന് അറിയാം അല്ലേ? അപ്പം നമ്മളിനി നെക്സ്റ്റ് ടേം കണ്ടുപിടിക്കണമെങ്കിൽ എന്തായിരിക്കും? ഇവിടെ നമുക്ക് ഫോർത്ത് ടേം എന്ന് പറയുന്നത് AR⁻³ ആണ്, AR³. ഇനി നെക്സ്റ്റ് ടേം എങ്ങനെ വരും? AR⁴, ദെൻ AR⁵. അതെങ്ങനെയാണ് കിട്ടിയത്? R എന്ത് ചെയ്യുകയോ ചെയ്തത്? അടുത്ത സീക്വൻസിനോട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്തത്. അതായത് കോമൺ റേഷ്യോ നമ്പറിന് തൊട്ട് മുമ്പുള്ള നമ്പറിനോട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നമ്പർ കിട്ടും അല്ലേ? ഓക്കെ, അപ്പം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം നമ്മുടെ ഫസ്റ്റ് സീക്വൻസ് 2, 4, 8, 16 ഇത് GP ആണെന്ന് നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ റേഷ്യോ എടുത്തപ്പോൾ A2 ബൈ
A1 അതുപോലെ തന്നെ A3/A2 എന്നൊക്കെ പറയുന്നത് 2 ആണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഈ സീക്വൻസ് എന്താണ്? GP ആണ്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ടേം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഫസ്റ്റ് ഇതിൻ്റെ കോമൺ റേഷ്യോ എഴുതണം. കോമൺ റേഷ്യോ എന്ന് പറയുന്നത് R ആണ് ഡിനോട്ട് ചെയ്യണേ. R = 4/2 സെക്കൻഡ് ടേം ഡിവൈഡ് ബൈ ഫസ്റ്റ് ടേം. ഈ രണ്ട് സീക്വൻസ് എടുക്കുമ്പോൾ, ഈ രണ്ട് നമ്പർ എടുക്കുമ്പോൾ സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ 4/2 = 2 ആണ്. അപ്പോൾ കോമൺ റേഷ്യോ കിട്ടി. ഇനി ഈ കോമൺ റേഷ്യോ എന്തിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ അടുത്ത നമ്പർ കിട്ടും? ഇവിടെ നമുക്ക് ഫിഫ്ത്ത് ടേം ആണ് വേണ്ടത്. അപ്പോൾ ഫോർത്ത് ടേമിനോട് എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? കോമൺ റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ 16 × 2 ചെയ്യുമ്പോൾ എത്ര വരും? 32 വരും അല്ലേ? വീണ്ടും നെക്സ്റ്റ് ടേം കണ്ടുപിടിക്കണമെങ്കിൽ 32 ഇൻറ്റു വീണ്ടും കോമൺ റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്യണം. 32 × 2 ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 64 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടേം കണ്ടുപിടിക്കാനായിട്ട് തൊട്ട് മുമ്പുള്ള നമ്പറിനോട് എന്ത് ചെയ്താൽ മതി? കോമൺ റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനി അടുത്തത് ഇപ്പം നമ്മളോട് ചോദിക്കുകയാണ് ഈ സീക്വൻസിലെ, ഇപ്പം നമുക്കറിയാം ഇത് ഫസ്റ്റ് ടേമാണ്, ഇത് സെക്കൻഡ് ടേമാണ്, ഇത് തേർഡ് ടേമാണ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്, പിന്നെ സെവൻത്ത്, എയ്ത്ത്. നമ്മളോട് ചോദിക്കുകയാണ് ഇതിൻ്റെ 20th ടേം ഏതാണെന്ന് ചോദിക്കുകയാണ്. 20th ടേം എന്ന് പറയുമ്പോൾ 20ാമത്തെ പദം എന്താണ്? അപ്പോൾ നമ്മളിങ്ങനെ എഴുതി കണ്ടുപിടിക്കാൻ പറ്റില്ല, അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. nth ടേം ഓഫ് ജി പിയുടെ എന്നാം പദം, അതായത് ജോമെട്രിക് പ്രോഗ്രഷൻ്റെ എന്നാം പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. അതിന് നമ്മൾ എന്നാം പദം എന്നാണ് മലയാളത്തിൽ പറയണത്. nth ടേമിനെ എന്നാം പദം എന്ന് പറയും. nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിനോട്ട് ചെയ്യണ an. nth ടേമിൻ്റെ ഇക്വേഷൻ എന്താ? an = a × r⁻n−1. a × r⁻n−1 nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് an = a × r⁻n−1. ഇത് ബൈ ഹാർട്ട് ചെയ്യണം. വേർ എ എന്താ ഇതിനകത്ത്? വേർ എ എപ്പോഴും എന്താ തന്നെയായിരിക്കും? ഫസ്റ്റ് ടേം ആയിരിക്കും, ജി പിയിലെ ഫസ്റ്റ് ടേം. ദെൻ ജി പി ആണെങ്കിൽ മാത്രമാണ് നമുക്ക് nth ടേം കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ആർ എന്താണ്? ആർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കോമൺ റേഷ്യോ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കോമൺ റേഷ്യോ പറഞ്ഞായിരുന്നു? R = എങ്ങനെ കണ്ടുപിടിക്കാം? A2/A1, അതായത് സെക്കൻഡ് ടേമിനെ ഡിവൈഡ് ബൈ ഫസ്റ്റ് ടേം ചെയ്ത് കഴിഞ്ഞാൽ കോമൺ റേഷ്യോ കിട്ടും. അപ്പോൾ നമുക്ക് എന്നാം പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്, ജി പിയുടെ എന്നാം പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ an = a × r⁻n−1. ഓക്കെ, ഇത് സിമ്പിളാണ്. നമുക്ക് ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാം. ഇനി അടുത്തത് നമ്മളിപ്പോൾ പഠിച്ചത് nth ടേം ഓഫ് ജി പിയുടെ ഇക്വേഷനാണ്, അതായത് ജി പിയുടെ എന്നാം പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പം നമുക്കത് വെച്ചിട്ട് കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ 10th ആൻഡ് nth ടേം ഓഫ് ദ ജി പി 5, 25, 125 എക്സെട്ര. ഇതൊരു ജി പി ആണ് തന്നിരിക്കുന്നത്, ജി പി ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതിൻ്റെ 10th ടേമും nth ടേമും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് nth ടേമിൻ്റെ ഇക്വേഷൻ അറിയാം. ജി പിയിലെ nth ടേമിനെ ഡിനോട്ട് ചെയ്യുന്നത് an = a × r⁻n−1, where a is the first term, r is the common ratio. ഓക്കെ, ഫസ്റ്റ് അവർ ചോദിച്ചിരിക്കുന്ന 10th ടേം കണ്ടുപിടിക്കാനാണ്. nth ടേമിൻ്റെ ഇക്വേഷൻ ഇതാണെങ്കിൽ 10th ടേമിൻ്റെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? a10, എന്നിൻ്റെ അവിടെ എന്ത് കൊടുക്കണം? 10. a10 = a × r⁻n−1. എന്നിൻ്റെ അവിടെ എന്താണ്? എന്നിൻ്റെ അവിടെ 10 ആണ്. അപ്പോൾ 10 - 1 which is equal to നമുക്ക് എന്ത് കിട്ടും? a × r⁹9. അപ്പോൾ നമുക്കിവിടെ എയും ആറും ഇക്വേറ്റ് ചെയ്യണം അല്ലേ? a10 കണ്ടുപിടിക്കാനാണ്, 10th ടേം കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. നമുക്ക് a10ഉം കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ nth ടേം അതായത് an-ഉം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് എന്തൊക്കെ വേണം? a10 കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് ടേം വേണം. ഫസ്റ്റ് ടേം എന്താ ഈ സീക്വൻസിലെ ഫസ്റ്റ് ടേം? a = 5. ദെൻ r കോമൺ റേഷ്യോ നോക്കണം. കോമൺ റേഷ്യോ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം. 25 / 5 which is equal to 5. അപ്പോൾ നമുക്ക്
കോമൺ റേഷ്യോ കിട്ടി. ഇനി നമ്മൾ ഇക്വേഷനിൽ കൊടുത്താൽ മതി. A10 ഈക്വൽ ടു എ എന്ന് പറയണത് ഫസ്റ്റ് ടേം 5 ഇൻറ്റു ആർ എന്ന് പറയണത് ഇവിടെ നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത് 5 ആണ്. അപ്പോൾ 5 റേസ് ടു എന്ത് വരും? 5 റേസ് ടു 9 വരും. 5 ഇൻറ്റു 5 റേസ് ടു 9 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ 5 റേസ് ടു എന്താ? 5 റേസ് ടു ഒന്നുമില്ലെങ്കിൽ അതിൻ്റെ മീനിങ് 5 റേസ് ടു എന്താണെന്നാ 1 എന്നാണ്. 5 റേസ് ടു 1 ഇൻറ്റു 5 റേസ് ടു ഇവിടെ 5 റേസ് ടു 9 ഉണ്ട്. ഇതിനെ തന്നെ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ ബോക്സിൽ എഴുതി വയ്ക്കാം. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ എന്നാണ്. അപ്പോൾ ഇവിടെ എമ്മിൻ്റെ സ്ഥാനത്ത് 1ഉം എന്നിൻ്റെ സ്ഥാനത്ത് 9ഉമാണ്. അപ്പോൾ 5 റേസ് ടു എങ്ങനെ എഴുതാം? 5 റേസ് ടു 10 എന്ന് കൊടുക്കാമല്ലോ. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത്, അതായത് ഈ നമ്പർ രണ്ട് സെയിം ആണെങ്കിൽ മാത്രമാണ് ഈ ഡിഗ്രി നമുക്ക് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ തന്നിരിക്കുന്ന വേരിയബിൾ സെയിം ആവണം. ഓക്കെ, അപ്പോൾ 5 റേസ് ടു 1 ഇൻറ്റു 5 റേസ് ടു 9 എന്ന് പറയുന്നത് 5 റേസ് ടു 1 പ്ലസ് 9, അതായത് 5 റേസ് ടു 10 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് A10 ഈക്വൽ ടു 5 റേസ് ടു 10 എന്ന് എഴുതാം. 10th ടേം 5 റേസ് ടു 10. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒരെണ്ണം കൂടി ചോദിച്ചിട്ടുണ്ട്, nth ടേം ഓഫ് ദ GP. ഇനി nth ടേം നമുക്ക് കണ്ടുപിടിക്കാം. nth ടേം എങ്ങനെയാണ്? ഇക്വേഷൻ പറഞ്ഞായിരുന്നു, A ഈക്വൽ ടു A ഇൻറ്റു ആർ റേസ് ടു n-1 തന്നെയാണ്. അപ്പം നമുക്ക് nth ടേം എന്ന് പറയുമ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് n മാത്രമാണ് കൊടുക്കേണ്ടത്. an ഈക്വൽ ടു എയുടെ സ്ഥാനത്ത് A എന്താ ഫസ്റ്റ് ടേം 5 ഇൻറ്റു ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. 5 റേസ് ടു n-1 എന്നിന് അങ്ങനെ തന്നെ കൊടുക്കുക, വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ 5 റേസ് ടു 1 ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 5 ആണെങ്കിൽ 5 റേസ് ടു 1 എന്ന് കൊടുക്കാം. അപ്പോൾ 5 റേസ് ടു എന്ത് വരും? 1 പ്ലസ് n-1. അപ്പോൾ 1 മൈനസ് 1 0 ആയി പോവും. ബാലൻസ് എന്തേ ഉള്ളൂ? n മാത്രമേ ഉള്ളൂ. അപ്പോൾ 5 റേസ് ടു n എന്ന് കൊടുക്കാം. അപ്പോൾ an ഈക്വൽ ടു nth ടേം എന്ന് പറയുന്നത് 5 റേസ് ടു n. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, find the 20th term. Find the 20th term and nth term. അപ്പോൾ 20th and nth term എന്ന് കൊടുക്കാം. nth term of the GP of the GP 5/2, 5/4, 5/8 എക്സെട്ര. ഓക്കെ, തന്നിരിക്കുന്ന GPയിലെ 20th ആൻഡ് nth ടേം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ GP തന്നിട്ടുണ്ട്, അതിലെ 20th ടേം 20ാമത്തെ പദവും n-ാം പദവും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം nth അല്ലെങ്കിൽ 20th ടേം കണ്ടുപിടിക്കാൻ നമ്മുടെ ഇക്വേഷൻ എന്താ? an ഈക്വൽ ടു, ഇക്വേഷൻ ഫസ്റ്റ് എഴുതുക, an ഈക്വൽ ടു A ഇൻറ്റു ആർ റേസ് ടു n-1 അല്ലേ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് A20 കണ്ടുപിടിക്കണം. ദെൻ nth ടേം എന്ന് പറയുമ്പോൾ an-ഉം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം നമുക്ക് A20 കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ നമുക്ക് കൊടുക്കാം. A20 ഈക്വൽ ടു A ഇൻറ്റു ആർ റേസ് ടു, എൻ്റെ അവിടെ 20 ആണ്. അപ്പോൾ 20 മൈനസ് 1, n-1 എന്നല്ല ഇക്വേഷൻ. അപ്പോൾ 20 മൈനസ് 1 എന്ത് വരും? 19. ഓക്കെ, പിന്നെ അപ്പോൾ നമുക്ക് an-ൻ്റെ ഇക്വേഷൻ എന്താ? a-ൻ്റെ ഇക്വേഷൻ അങ്ങനെ തന്നെ നമ്മളിപ്പോൾ എഴുതിയത്, an ഈക്വൽ ടു A ഇൻറ്റു ആർ റേസ് ടു n-1. ഇവിടെ നമുക്ക് എയും ആറും വേണം അല്ലേ. നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? A കണ്ടുപിടിക്കാം. A എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഫസ്റ്റ് ടേം, ഈ GPയിലെ ഫസ്റ്റ് ടേം ഏതാ? 5/2. ദെൻ 5/2. ദെൻ ആർ ഈക്വൽ ടു കോമൺ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? രണ്ട് ടേം എടുക്കുക, സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം അല്ലേ. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 5/4 ഡിവൈഡഡ് ബൈ 5/2 വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 5/4 അങ്ങനെ തന്നെ കൊടുക്കുക. ദെൻ 5/2നെ നമ്മൾ എന്ത് ചെയ്യും? റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2/5. ഇവിടെ ഈ 5ഉം 5ഉം കട്ട് ചെയ്ത് കളയാലോ. പിന്നെ 2നെ 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 1, 4നെ 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 2. വേണമെങ്കിൽ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം കേട്ടോ. 5 ഇൻറ്റു 2 എന്ന് പറയുന്നത് 10, 10/4 ഇൻറ്റു 5 എന്ന് പറയുന്നത് 20. അപ്പോൾ 10/20 വരും. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ 1/2 വരും. അങ്ങനെയും കിട്ടും. ഇവിടെ 1 ഇൻറ്റു 1 എന്ന് പറയുന്നത് 1, 1/2 ഇൻറ്റു 1 എന്ന് പറയുന്നത് 2. അപ്പോൾ നമുക്ക് കോമൺ റേഷ്യോ എന്ത് കിട്ടി?
1/2 കിട്ടി. അപ്പോൾ നമുക്ക് ആ ഇക്വേഷനിൽ കൊടുക്കാമല്ലോ. A20 ഈക്വൽ ടു എയുടെ ഇക്വേഷൻ 5/2 ഇൻറ്റു ആർ റേസ് ടു ആർ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് 1/2 ആണ്. 1/2 ഓൾ റേസ് ടു 19 അല്ലേ. 1/2 ഓൾ റേസ് ടു 19 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 1/2 തന്നിട്ടുണ്ട്. ഇവിടെയും 1/2 ആയിരുന്നെങ്കിൽ നമുക്ക് a⁻m ഇൻറ്റു a⁻n എന്ന് പറഞ്ഞ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെ 1/2 ആക്കാൻ ഞാൻ ഇതിനെ ഈ ഫസ്റ്റ് ടേമിനെ 5 ഇൻറ്റു 1/2 എന്ന് എഴുതാമല്ലോ. കാരണം 5 ഇൻറ്റു 1 ആണ് 5/2 തന്നെ കിട്ടും അല്ലേ. അപ്പോൾ ഞാൻ ഇതിനെ 5 ഇൻറ്റു 1/2 എന്ന് എഴുതി. ഈ ടേമിനെ 5 ഇൻറ്റു 1/2 എന്ന് എഴുതി. ഇൻറ്റു 1/2 ഓൾ റേസ് ടു 19. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു എന്തിനാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്, സെപ്പറേറ്റ് ചെയ്ത് എഴുതിയത്? അതായത് എനിക്ക് a⁻m ഇൻറ്റു a⁻n എ എന്ന് പറയണ ഇവിടെ 1/2 ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് രണ്ട് ടേമും ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 5നെ ഒന്ന് നീക്കിയത്. അപ്പോൾ 1/2 റേസ് ടു എന്താണുള്ളത്? 1/2 റേസ് ടു 1 ആണ്. ഇൻറ്റു 1/2 റേസ് ടു 19. ഇവിടെ 1/2 റേസ് ടു 1 എന്ന് എടുക്കാൻ കാരണം ഇവിടെ റേസ് ടു പവർ എന്ന് പറയുന്നത് 1 ആണ്. ഒന്നുമില്ലെങ്കിൽ അതിന് മീനിങ് റേസ് ടു 1 ആണെന്നാണ്. ഇതിനെ നമുക്ക് a⁻m ഇൻറ്റു a⁻n ഈക്വൽ ടു a⁻m പ്ലസ് എന്ന് എഴുതാം, m+n. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? 5 ഇൻറ്റു 1/2 ഓൾ റേസ് ടു m+n, അതായത് 1 + 19 എന്ത് വരും? 20. ഓക്കെ, അപ്പോൾ 5 ഇൻറ്റു 1/2 ഓൾ റേസ് ടു 20 കിട്ടും. ഓക്കെ, ഇനി 1/20 എന്ന് പറഞ്ഞാൽ എന്താ? 1 എനിത്തിങ് ഈസ് 1 ആണെന്ന് നമുക്ക് നേരത്തെ അറിയാം. വിച്ച് ഈസ് ഈക്വൽ ടു ഇതിനെ നമുക്ക് 5 ഇൻറ്റു 1 എനിത്തിങ് ഈസ് 1, അതായത് 1/20 ഡിവൈഡഡ് ബൈ 2/20 എന്നല്ലേ ഇതിൻ്റെ മീനിങ്. ഈ രണ്ടിനും ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ഈ പവർ ബാധകമാണ്. അപ്പോൾ 1/20 ഡിവൈഡ് ബൈ 2/20. 1 എനിത്തിങ് ഈസ് 1. 1/20 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. അപ്പോൾ 1 കിട്ടും. പിന്നെ 1 ഇൻറ്റു 5 എന്ന് പറയുന്നത് എന്ത് കിട്ടും? 5 കിട്ടും. 5 ഡിവൈഡഡ് ബൈ 2/20. 2/20 ഇതാണ് നമ്മുടെ A20 എന്ന് പറയുന്ന ടേം, അതായത് 20th ടേം. ഓക്കെ, നമുക്ക് ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ല. നമുക്ക് nth ടേം കൂടി കണ്ടുപിടിക്കാനുണ്ട്. അതായത് an ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ a ഇൻറ്റു r⁻n-1. ഇവിടെ നമുക്ക് എയുടെ സ്ഥാനത്ത് എത്രയായിരുന്നു? ഈ സീക്വൻസിൽ a എന്ന് പറഞ്ഞാൽ 5/2 ഇൻറ്റു r എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 1/2. r⁻n-1 എന്ന്. അപ്പോൾ r⁻n-1 കൊടുത്തു. ഇവിടെയും ഞാൻ എന്ത് ചെയ്യുകയാണ്? ഈ 5 ഒന്ന് നീക്കുകയാണ്. 5 ഇൻറ്റു 1/2 ഇൻറ്റു 1/2 ഓൾ റേസ് ടു n-1. ഓക്കെ, ഇവിടെ ഓൾ റേസ് ടു എത്രയാണ്? 1 ആണ് അല്ലേ. അപ്പോൾ 5 ഇൻറ്റു 1/2 ഓൾ റേസ് ടു m+n. എമ്മിൻ്റെ സ്ഥാനത്ത് 1 ആണ്. 1 + n-1 വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ കിട്ടും? 5 ഇൻറ്റു 1 - 1 0 ആയിപ്പോകും. ഇനി റേസ് ടു എന്ത് മാത്രമേ ഉള്ളൂ? n മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 5 ഇൻറ്റു 1/2 ഓൾ റേസ് ടു n എന്ന് കൊടുക്കാം അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു 1 എനിത്തിങ് ഈസ് 1 ആണെന്ന് ഞാൻ പറഞ്ഞു. 1 എന്ത് വന്നാലും 1 തന്നെയാണ്. അപ്പം നമുക്ക് 5 ഇൻറ്റു ഇതിന് വേണമെങ്കിൽ ഒന്ന് എഴുതാം. 1n ഡിവൈഡ് ബൈ 2n എന്ന് കൊടുക്കാമല്ലോ. വിച്ച് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 1 എനിത്തിങ് ഈസ് 1 ആണ്. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 2n വിച്ച് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 1 എന്ത് കിട്ടും? 5. 5 ഡിവൈഡഡ് ബൈ 2n. ഇതാണ് nth ടേം. അപ്പോൾ നമുക്ക് ഇപ്പോൾ n-ാം പദം അല്ലെങ്കിൽ nth ടേം ഓഫ് GPയുടെ nth ടേം കണ്ടുപിടിക്കാനായിട്ട് ഉള്ള ക്വസ്റ്റ്യനൊക്കെ എക്സാമിന് വന്നതാണ്. ഈ ക്വസ്റ്റ്യൻ GPയുടെ nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്. a + n - 1 ഇൻറ്റു